ഇവിടെ വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. പ്രശാന്തൻ അച്ഛൻ്റെ പ്രാവശ്യത്തിൻ്റെ തിരുനാളുണ്ടാകുന്ന ദിവസം. പ്രാവശ്യത്തിന് നമ്മളെപ്പോഴും കുർബാനയിൽ നമ്മൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഈ സമയം പ്രാർത്ഥിച്ച് നമ്മളെ കുർബാന അർപ്പിച്ചതിന് ശേഷം അർപ്പിച്ചതിന് ശേഷം പ്രശാന്തനെ ഭക്തിയായ മാതാവിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവർക്കും അറിയാം, ആ പ്രശാന്തൻ മാതാവിൻ്റെ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ എപ്പോഴും പരിശുദ്ധമായി ചിന്തിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് ഈ പരിശുദ്ധം അഭിധേയമായിട്ട് നമ്മുടെ ഐമ്യസമായി എപ്പോഴും അച്ഛൻ പറയുന്ന എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടോ അവിടെ ഉടനെ അമ്മ മാധ്യസ്ഥം വെച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ട അനുഗ്രഹങ്ങൾ തരും എന്നുള്ള അർത്ഥം നമുക്ക് എപ്പോഴും കൂടെ കേട്ടുകൊണ്ടിരിക്കണം. ആ പരിശുദ്ധ അമ്മയുടെ ഐമ്യസമ്മയുടെ പാദത്തിലേക്ക് എപ്പോൾ നമുക്ക് പ്രസംഗത്തിനെ സമർപ്പിക്കാം. പ്രസാദത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയിൽ കൂടി ഈശോയുടെ മഹത്വത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും കാലങ്ങളുടെ അഭിമാനമാണ് പ്രസാദത്തിൻ്റെ അധ്വാനം. പ്രസാദത്തിൻ്റെ ഒരു അർത്ഥവാക്യം ഇതാണ്: നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ജീവിതത്തിൽ തന്നെ നമ്മൾ നോക്കി കാണാൻ സാധിക്കുന്നത് ഒരു കഠിന അധ്വാനി. അച്ഛൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ സ്ഥാനം ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചേരുന്നത്. നമ്മളെല്ലാവരും ഒരു സാക്ഷ്യമാണ്. അച്ഛൻ്റെ സ്ഥാനം അച്ഛൻ്റെ കഠിനാധ്വാനത്തിൻ്റെ സാക്ഷ്യമാകുന്നു. അതുപോലെ അച്ഛൻ്റെ ആ പ്രാർത്ഥനയുടെയും ആ ദൈവാനുഭവത്തിൻ്റെയും ആ മാതാവിനുള്ള ഭക്തിയിൽ കൂടിയും മാതാവിൻ്റെ കൃപയും അനുഗ്രഹവും കൂടി വഴി നമ്മളെല്ലാവരും അതോടൊപ്പം തന്നെ അതിലൂടെ സഹനാണ് ഓരോ ദിവസം കടന്നുവന്ന് മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കാരണങ്ങളുണ്ടായിട്ടുള്ളത് പ്രശാന്തം. നമുക്ക് പ്രശാന്തത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിന് നല്ല പറയാം. ഇങ്ങനൊരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് ദൈവം അയച്ചതും അങ്ങനെ ഈ ധ്യാനഭവൻ വളരുന്നതിനും വളർത്തിക്കൊണ്ടുവരുന്നതിനും ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചേർന്നതിനും ഉള്ള അത്രയും അനുഗ്രഹങ്ങൾ കൊടുത്ത് പ്രശാന്തത്തിന് അനുഗ്രഹിച്ചതിന് നമ്മൾ പരിശുദ്ധാൻ വേണ്ടി പിതാവായ ഈശോയ്ക്ക് നന്ദി. അതുപോലെ നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകമായിട്ട് പ്രശാന്തത്തിന് വേണ്ടി നല്ല ആരോഗ്യം കൊടുത്തുകൊണ്ട് വീണ്ടും ആ അർത്ഥവാക്യത്തിലുള്ള ഭക്ഷണ അധ്വാനത്തിൽ കൂടി മുമ്പോട്ടുള്ള മുമ്പോട്ടുള്ള പോക്കിന് നടക്കുന്നതിനും അതുകൊണ്ട് തന്നെയാണ് ആ ദീർഘദൃഷ്ടി. അതാണ് ഒരു പ്രത്യേകത പ്രശാന്തത്തിൻ്റെ ജീവിതത്തിൽ, ദീർഘദൃഷ്ടി. ആ ദീർഘദൃഷ്ടിയുള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ പ്രശാന്തത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമയം നമുക്ക് ഒരിക്കൽ കൂടി പ്രശാന്തത്തിനെ പ്രത്യേകമായിട്ട് പ്രസിദ്ധമായി പദങ്ങളിലേക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈശോയുടെ കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നടന്നത് കൂടുതൽ തീഷ്ണതയിലൂടെ പ്രശാന്തത്തിന് ഇവിടെ ഐക്യസ്ഥാനത്തിൻ്റെ ശുശ്രൂഷകളായിരിക്കണം. അതുപോലെ തന്നെ കടന്നു വരുന്നവർക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർന്നതിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധമായ നമുക്ക് സഹായിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രശാന്തത്തിനെ മാതാവിനെ സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിനോടുകൂടെ സ്ത്രീയോട് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. Happy feast day to you. Happy feast day to you. Happy feast day to you, dear Father. Happy feast day to you. And the good God bless you. And the good God bless you. And the good God bless you, dear Father. Happy feast day to you.
ജീവിതത്തിൻ്റെ നാലാമത്തെ ഡയറക്ടറെ കേൾക്കായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ വന്ന ശേഷമാണ് ഈ താമസമായി ആയിരിക്കുന്നത്. ഓർമ്മ എനിക്ക് ഈ മാതാവിന് അച്ഛൻ അറിയാം, വേറെ ആർക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിന് നന്ദി. ഹലോ